ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലീക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പം ഞാൻ രാവിലെ സത്യം പറഞ്ഞ് 7:30 അലാറമൊക്കെ വെച്ച് 9 മണിക്ക് സ്കൂളിൽ പോയാൽ മതി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്നാണ് അവർ കൊടുക്കുക. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും, നമ്മൾ ചെറിയ എന്തെങ്കിലും ഞാൻ ഓർത്തൊരു സ്മൂത്തി കൊടുത്ത് വിടാമെന്ന്. അവനെ അവൻ ഉറങ്ങുമ്പോൾ ഉള്ള വീഡിയോ തൊട്ടെടുക്കണം എന്ന് ഞാൻ ഓർത്തതാണ്. നോക്കി ഇന്ന് അവൻ എന്തോ ഒരു 6:30 ആയപ്പോഴത്തേക്കും അവനും എണീറ്റു, സന്തോഷം എണീറ്റു. ഞാനിപ്പം കണ്ണുറന്നപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും താഴോട്ട് പോയി. അപ്പം കളിക്കുകയാണ്. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഫ്രഷപ്പ് ആവണം, എന്നിട്ട് ലീക്കുട്ടനെ റെഡിയാക്കണം. ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ഞാൻ ഓർത്തു ഇന്ന് അവനെ എണീപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നോർമലി അവൻ എണീക്കുമ്പോൾ ഒരു 10 മണി 10:30 ആകും. അപ്പം ഇന്ന് എഴുന്നേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്ത് ഞാൻ ഓർത്തു ശരി ഞാൻ ഇച്ചിരി നേരത്തെ എണീക്കാം. നേരത്തെ എന്ന് വെച്ചാൽ 7:30 കേട്ടോ. നേരത്തെ എണീക്കാം എന്ന് ഓർത്തപ്പം കണ്ണ് തുറന്നപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും താഴോട്ട് പോയി. അപ്പം പതുക്കെ ഞാൻ താഴോട്ട് പോയി അവനെ ഒന്ന് ഫ്രഷപ്പ് ആക്കി ഒന്ന് പോകണം. എനിക്കെന്തോ രാവിലെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അവനെ സ്കൂളിൽ വിടുന്ന ഒരു ഇതായിരിക്കും, അതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഒരു വിഷമമാണോ ഒരു വൈകായ്മയാണോ എനിക്ക് എന്തോ പോലെ തോന്നുക. അവന് ടെൻഷനൊന്നുമില്ല, അവൻ ഹാപ്പിയായിട്ട് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. താഴെ സൗണ്ട് കേൾക്കാം. അപ്പം ഞാൻ എന്തായാലും അവനെ പോയിട്ട് റെഡിയാക്കി, എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് ഒന്ന് കുളിപ്പിച്ച് ഒന്ന് റെഡിയാക്കണം. അപ്പം കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ലീക്ക് രാവിലെ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ കഴിച്ചില്ല. എന്നാലും സ്മൂത്തി ഹെവി ആയിരുന്നു, 1 മണിക്കൂർ ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ബനാനയും കുറച്ച് ആപ്പിളും ഡേറ്റ്സും ഒക്കെ വെച്ച് ഒരു സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. അതവൻ കുടിച്ചു. അതവന് ഫില്ലിങ് ആയിരുന്നു. അപ്പം അത് കുടിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാമെന്ന് ഓർത്തു. ഞാൻ റെഡിയായി സ്കൂളിൽ പോകാൻ. ഇനി ലീക്കുട്ട you're going to school? School? Are you going to school? Yes, show yes. Yes കാണിച്ച്. Yes. അപ്പോൾ ലീക്കുട്ട സ്കൂളിൽ പോവാണ്. ഞാനപ്പം ലീക്കുട്ടനെ എന്തായാലും റെഡിയാക്കട്ടെ. അവന് ഫുഡൊക്കെ കൊടുത്തു. സ്മൂത്തി ഉണ്ടാക്കിയിട്ട് കുടിച്ചില്ലുണ്ട്. ഞാൻ പിന്നെ ഒരു എഗ്ഗ് കൊടുത്തു, അത് കഴിച്ചു. സ്കൂളിൽ നിന്ന് എന്തായാലും അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സോ അതിൽ വെച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ റെഡി ആകാൻ പോവാന്ന് പറ. ഓക്കെ കാണിക്ക്. ഓക്കെ അപ്പോൾ റെഡി ആയിട്ട് കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയാണ്. അപ്പം അവന് പോകുന്നതിന് മുമ്പ് വീടെല്ലാം അലങ്കോലമാക്കിയിട്ടാണ് പോയ. ടോയ്സ് എല്ലാം നിരന്ന് കിടപ്പുണ്ട്. എന്നാലും അവനൊരു സുഖമുള്ളൂ, എടുത്തു വെച്ചാൽ അവനൊരു ഇഷ്ടമല്ല. പിന്നെ നല്ലൊരു ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ച് അവൻ ഇറങ്ങി. അവൻ പ്രാർത്ഥിക്കുന്നതാട്ടോ നീ കാണുന്നത്. അപ്പോൾ അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും അനുഗ്രഹം കിട്ടി. വീട്ടിലേക്കൊക്കെ ഫോണൊക്കെ വിളിച്ചു. നാട്ടിൽ നിന്ന് എൻ്റെ അപ്പയും അമ്മയും എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ച് പുതിയൊരു തുടക്കം നല്ലതാവട്ടെ എന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതായിരുന്നു അവൻ്റെ കോസ്റ്റ്യൂം. അവന് കണ്ണാടി, പുറത്ത് പോയാൽ അവന് കണ്ണാടി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വെക്കും. ആൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. കാരണം രാവിലെ ഒരു 6 മണിയായപ്പോൾ ഇന്ന് എണീറ്റല്ലോ, അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്. സ്കൂളിൽ പോവാണോ? സ്കൂളിൽ പോവാം. അങ്ങനെ ഞങ്ങൾ ലിയെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. 9 മണിയായി, സമയമുണ്ട്. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾക്ക് 2 പേർക്കും ടെൻഷനുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു ഫീലാണ് ലിയെ സ്കൂളിൽ വിടുന്നത്. ഒരു നല്ല എക്സൈറ്റഡ് ആണ്. നോക്കാം സ്കൂളിൽ ചെന്നവൻ കരയോ എന്താണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. കുറച്ച് ഉറക്കം വരുന്നുണ്ട്, കാരണം ഇന്ന് നേരത്തെ അവൻ എണീറ്റു. എന്തായാലും സ്കൂളിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. പിന്നെ ഞങ്ങളങ്ങനെ സ്കൂളിലെത്തി. ഇതാണ് അവൻ്റെ സ്കൂള്. അപ്പം കൊണ്ട് വിട്ടപ്പം ആക്കൊരു കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ മിസ് അവനെ റിസീവ് ചെയ്യാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാനും ഉള്ളിലേക്ക് കയറി ചെന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആൾ നല്ല സുഖത്തോടെ ഉള്ളിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. ഒരു 10 മിനിറ്റത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാമറയിൽ നോക്കിയപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒരു 10:30 ആയപ്പോഴത്തേക്കും ആണ് ഞാൻ കൂട്ടാൻ ചെന്നത്. ഞാൻ കൂട്ടാൻ ചെന്നപ്പോൾ ആൾ കരഞ്ഞ് ഭയങ്കര ടയേർഡായിരിക്കുമായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ സന്തോഷമായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവന് സങ്കടമായിരുന്നു, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ എൻ്റെ ലീക്കുട്ടൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് കരഞ്ഞു അല്ലേ? കരഞ്ഞായിരുന്നോ? ലീ കരഞ്ഞു കേട്ടോ. അപ്പം പോയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് ഓർത്ത് ലീ ഭയങ്കര ഹാപ്പി ആയിട്ട് അകത്ത് പോയി എല്ലാവരുടെ കൂടെ നന്നായിട്ട് കളിച്ചു. പക്ഷെ പിന്നെ ഞാൻ ക്യാമറയിൽ നോക്കിയപ്പോൾ ലീ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു 9:45 കരച്ചിൽ തുടങ്ങിയിട്ട് 10:30 വരെ ലീ കരയുമായിരുന്നു അല്ലേ? ലീ എന്തിനായിരുന്നു കരഞ്ഞ്?
എങ്ങനെയാ ലീ കരയുന്നേ? ലീ എങ്ങനെയാ കരയുന്നേ? അങ്ങനെ കേട്ടോ, അങ്ങനെ ലീ കരയുന്നത്. അപ്പം ടുമോറോ നാളെ ലീ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ നാളെ? യെസ് ഓർ നോ? നോയോ? നാളെ ലീ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. നാളെ നമ്മൾ നല്ല ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടാണ് നാളെ ലീക്കുട്ട് സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയിട്ട് നമുക്ക് എലിഫൻറ്റ് പാർക്കിലൊക്കെ പോകണം. ഓക്കെ? നോ സ്കൂൾ, നോ സ്കൂൾ എന്ന് ലീ പറയുന്നുണ്ട്. യെസ് യെസ് സ്കൂൾ. നോ നോ എന്നാണ് പറയുന്നത്. അറിയില്ല നാളെ എങ്ങനെയാണ് പോകുന്നതെന്ന്. നാളെ സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെ കാണാം. ഫ്രണ്ട്സിനെ കാണാം നാളെ. ആന പാർക്കിൽ പോവാം ആഫ്റ്റർ സ്കൂൾ. ഓക്കെ, ഫസ്റ്റ് ആന പാർക്ക് ദെൻ സ്കൂൾ. ഓക്കെ ഓക്കെ. അതിന് ഓക്കെ പറയുന്നില്ല, അറിയത്തില്ല നാളെ എങ്ങനെയാവുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ പോയി. പക്ഷേ എൻ്റെ പൊന്ന് കരയായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പോയപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു, നന്നായിട്ട് ചിരിക്കുകയും ഇരുന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ നോക്കിയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് കരയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ കരഞ്ഞ് മുഖമൊക്കെ ചുമന്നിരിക്കുകയായിരുന്നു. അപ്പം നാളെ ലീ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ? യെസ് യെസ് നോന്ന പറഞ്ഞതായിരുന്നു. നാളെ സ്കൂളിൽ വിടണം, എന്താവുമെന്ന് അറിയത്തില്ല നാളെ. അപ്പം നാളത്തെ